തിരുവനന്തപുരം സിറ്റി വളർന്നു. ഇനി ഇവിടെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിൻ്റെ അധികാരമുള്ള ഒരു ADGPയോ ഒരു DGPയോ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് പോസ്റ്റ് ചെയ്യണം. തിരുവനന്തപുരം നഗരത്തിലെ ഏകദേശം 20 ലക്ഷം ആൾക്കാർ താമസിക്കുന്നുണ്ട്. പോലീസിൻ്റെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കിൽ അത്ര ഇല്ലെങ്കിലും 20 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയ്ക്ക് സിറ്റിയിലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ അധികാര പരിധി വിപുലമാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ 22 പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ കീഴിലുണ്ട്. പക്ഷേ ഇവിടുത്തെ കൺട്രോൾ റൂമും ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ അതിർത്തിയിലുള്ള പോലീസ് സ്റ്റേഷൻ ആൾക്കാർക്കെല്ലാം, കാരണം തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് നഗരം വളർന്നുകൊണ്ട് അങ്ങോട്ടൂടെ പോകേണ്ടി വരുന്നു. നമുക്ക് ഉദാഹരണത്തിന് കഴക്കൂട്ടം, ടെക്നോ പാർക്കുണ്ട്. അതിനടുത്തുള്ള സ്ഥലങ്ങൾ മംഗലാപുരം, പോത്തങ്കോട്, വട്ടപ്പാറ, ഇവിടെ എല്ലാം ആ നഗരം വളർന്ന് അങ്ങോട്ട് കയറിയിരിക്കുകയാണ്. ഒരാളെ പിടിക്കണമെന്നുണ്ടെങ്കിൽ സിറ്റിയുടെ അധികാരത്തിൽ വിട്ട് അപ്പുറത്തോട്ട് കയറേണ്ടിയിരിക്കുന്നു. അങ്ങനെ നഗരം വളർന്നിരിക്കുന്നു, ജനസംഖ്യ വളർന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരു DGPയുടെയോ ഒരു അഡീഷണൽ DGPയുടെയോ റാങ്കിലുള്ള ഒരു കമ്മീഷണറെ തന്നെ തിരുവനന്തപുരം സിറ്റിയിൽ പോസ്റ്റ് ചെയ്യണം. മദ്രാസ് നഗരം പോലെ ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന് പറഞ്ഞാൽ IG റാങ്കിൽ വേണം വരാൻ. അത് തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന 9ഓളം പോലീസ് സ്റ്റേഷനിലെ അടിയന്തരമായിട്ട് സിറ്റിയോട് ചേർക്കേണ്ടി വരും. മംഗലാപുരവും പോത്തങ്കോടും കഠിനംകുളവും വട്ടപ്പാറയും അരുവിക്കര പോലീസ് സ്റ്റേഷനും വിളപ്പിശാലയും നരുവാമൂടും ബാലരാമപുരം കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനൊക്കെ സിറ്റിയോട് ചേർന്ന് കിടക്കുകയാണ്. ഇവിടെ ഒരാൾ ഒരു മോഷണം നടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് സിറ്റിയുടെ മറ്റു ഭാഗത്തോട്ട് സ്പ്രെഡ് ചെയ്താണ് പോകുന്നത്. അതൊക്കെ റൂറലിൻ്റെ ഭാഗത്താണ് ഇപ്പം കിടക്കുന്നത്. അവിടുന്നുള്ള ആൾക്കാരാണ് സിറ്റിയിലെ ഭൂരിപക്ഷം ജോലിക്ക് വരുന്നവർ. അതുകൊണ്ട് ഈ 9 പോലീസ് സ്റ്റേഷൻ അടിയന്തരമായി സിറ്റി പോലീസിലൂടെ ചേർക്കണം. സിറ്റിയിലുള്ള 22, 9, 31, 32 പോലീസ് സ്റ്റേഷൻ കമ്മീഷണർ കീഴിലാണ്. ജനസംഖ്യാ വ്യത്യാസം വരും. അതുകൊണ്ട് ഒരു DGP, അഡീഷണൽ DGPയുടെ റാങ്കിലോ DGPയുടെ റാങ്കിലോ ഒരു കമ്മീഷണറേറ്റ് കേരളത്തിൽ അടിയന്തരമായി തിരുവനന്തപുരം സിറ്റിയിൽ വേണം. അതുതന്നെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ റാങ്ക് IG റാങ്കിലോ ADGPയുടെ റാങ്കിലേക്ക് ഉയർത്തണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ പുതിയ 8-9 പോലീസ് സ്റ്റേഷൻ കൂട്ടിച്ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും IG റാങ്കുള്ള ഡെപ്യൂട്ടി കമ്മീഷണറേറ്റ് 3 സ്ഥലങ്ങളിൽ കൂടെ വേണ്ടി വരും. ഒന്ന് പൂജപ്പുര സെൻട്രലൈസ് ചെയ്ത് ഒരെണ്ണം വേണ്ടി വരും, ഒന്ന് ഫോർട്ട് സെൻട്രലൈസ് ചെയ്ത് വേണ്ടി വരും, ഒന്ന് കഴക്കൂട്ടം സെൻട്രലൈസ് ചെയ്ത്. കാരണം ഇവിടെയൊക്കെ പോപ്പുലേഷൻ കൂടി, സ്ഥാപനങ്ങൾ കൂടി, ജനസംഖ്യ പെരുകി വരുന്നു, ക്രിമിനൽസ് കൂടി, എല്ലാം നോക്കിക്കഴിയുമ്പം സിറ്റിയായിട്ട് ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ ഈ തിരുവനന്തപുരം സിറ്റിയുടെ റൂറൽ ഭാഗത്തോട്ട് വരുന്ന പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഗവൺമെൻറ് ശ്രദ്ധിക്കണം, ആഭ്യന്തര വകുപ്പ് ശ്രദ്ധിക്കണം, DGP ശ്രദ്ധിക്കണം. ഇനി ഒരു അമാന്തവും കാണിക്കരുത്. സിറ്റി വളർന്നു കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഒരു ഡെപ്യൂട്ടി കമ്മീഷണറെ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ കമ്മീഷണറെ റാങ്ക് കൊടുത്താൽ ഒരു ജുഡീഷ്യൽ പവേഴ്സ് തീർച്ചയായിട്ടും ആ ADGPക്ക് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഉണ്ടാവും. അതിൻ്റെ ഗുണം സിറ്റിയിലുള്ള ചെറിയ ചെറിയ ഒഫൻസുകൾ, ട്രാഫിക് ഒഫൻസുകൾ കോടതി പോകാതെ ഈ കമ്മീഷൻ ഓഫീസിൽ തന്നെ നമുക്ക് ഫൈൻ അടച്ച് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറാൻ പറ്റും. അതുകൊണ്ട് കോടതിയുടെ ജോലി കുറയുകയും ചെയ്യും. മെട്രോപൊളിറ്റൻ അധികാരമുള്ള ഒരു മജിസ്ട്രേറ്റിൻ്റെ അധികാരമുള്ള ഒരാൾ ട്രിവാൻഡ്രം സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് വരുന്നത് എല്ലാം കൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് നല്ലതാണ്. അത് തന്നെയല്ലേ നമ്മളിപ്പോൾ ആലോചിച്ചോണം. വിഴിഞ്ഞം തുറമുഖം വന്നു, പോർട്ടിലെ തിരക്ക് കൂടി, ഇവിടെ നിന്നുള്ള രാവിലെയും വൈകിട്ടുമുള്ള വാഹനങ്ങളുടെ പോർട്ടിലേക്കുള്ള ഒഴുക്ക് കൂടി, ഡേയും നൈറ്റും ഒക്കെ അവിടെ ആൾക്കൂട്ടം വന്നു തുടങ്ങി. അത് തന്നെ ഒരു റിംഗ് റോഡ് വരുന്നുണ്ട്. വിഴിഞ്ഞത്ത് നിന്ന് നമ്മുടെ സിറ്റിയുടെ പെരിഫറി കൂടെ ഒരു റോഡ് നെയ്യാറ്റിങ്ങ അല്ലെങ്കിൽ ബാലരാമപുരം കടന്ന് അത് അങ്ങ് പാപ്പനം ആ വഴി ആ റോഡ് കടന്ന് അത് വിളപ്പിശാല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗത്ത് റൂറൽ കൂടെ കടന്ന് വട്ടപ്പാറ കഴിഞ്ഞ് അത് പെരപ്പങ്കോട് ഭാഗത്തേക്ക് അല്ലെങ്കിൽ വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് മുട്ടുന്ന ഒരു സംഭവം ആണ് ആ റിംഗ് റോഡ്. അതുകൊണ്ട് റിംഗ് റോഡിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം നമ്മൾ. അതല്ല, എയർപോർട്ടിൽ നമുക്ക് അവിടെ വന്ന് ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റിൻ്റെ നമ്പർ കൂടി, യാത്രക്കാർ കൂടി, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പം ഒരു മാസം എയർപോർട്ടിൽ കൂടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ണു കാണും. അതുപോലെ തന്നെ എയർപോർട്ട് വിഴിഞ്ഞവും ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ കണക്കിലെടുക്കണം. അതുപോലെ ഈ
ടൂറിസ്റ്റ് പ്രഭാവവും കൂടുതലാണ്. അതെല്ലാവരും തിരുവനന്തപുരം, കൊച്ചി സെൻട്രലൈസ് ചെയ്ത് അവിടുന്നാണ് പല ടൂറിസ്റ്റ് സെൻറ്ററിലേക്കും പോകുന്നത്. അതുപോലെ ശബരിമലയുടെ പ്രാധാന്യം നമ്മൾ മറക്കരുത്. ശബരിമലയുടെ പ്രാധാന്യം വർദ്ധിച്ചതോടുകൂടി അവിടെ ഒരു എയർപോർട്ട് വരും എന്ന് നമ്മൾ കരുതുന്നു. അതുതന്നെയല്ല, സർക്കാരിൻ്റെ വേഗതയുള്ള ട്രെയിനൊക്കെ ട്രിവാൻഡ്രത്ത് നിന്ന് കൂടുതൽ ഒറിജിനേറ്റ് ചെയ്യേണ്ടി വരും. സ്ഥലപരിമിതി വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് സിറ്റി ഇനി വികസിക്കുന്ന റൂറലോട്ട് തന്നെ. ഇപ്പോൾ ഏകദേശം നെടുമങ്ങാട് വരെ നമുക്കറിയാം, നെടുമങ്ങാട് സബ് ഡിവിഷനിൽ മിക്കവാറുള്ള സ്ഥലങ്ങൾ സിറ്റിയുടെ ഭാഗമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അതുപോലെ ബാലരാമപുരം, നെയ്യാറ്റിൻകര മുഴുവനല്ല, ബാലരാമപുരം അങ്ങനെ വരേണ്ടി വരും. കഴക്കൂട്ടത്തിലെ മംഗലാപുരം, അതും ആറ്റിങ്ങൽ വരെ അല്ലെങ്കിൽ കിളിമാനൂരിൻ്റെ പകുതി വരെയെങ്കിലും സിറ്റിയുടെ ഭാഗമായി കഴിഞ്ഞു. അതുകൊണ്ട് ഗവൺമെൻറ് ഇത് ശ്രദ്ധിക്കണം. തിരുവനന്തപുരത്തിൻ്റെ വളർച്ച തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കണം. 20-25 ലക്ഷത്തിലോട്ട് പോപ്പുലേഷൻ പോവുകയാണ്. അന്യ സംസ്ഥാനത്ത് നിന്ന് ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നു, വിദേശികൾ വരുന്നു. എല്ലാം കൂടെ നോക്കിക്കഴിയുമ്പം പോലീസ് നവീകരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ 3 സെൻറ്ററിൽ അവിടെ കമ്മീഷണറേറ്റ് തന്നെ അവിടെ വരണം, അധികാരമുള്ള കൺട്രോൾ റൂം അവിടെ വരണം. അത് സെൻട്രലൈസ്ഡ് ഒരു കൺട്രോൾ റൂം, തിരുവനന്തപുരം ഇപ്പോഴത്തെ കൺട്രോൾ റൂമിൻ്റെ അവിടെ ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ റൂം വേണം. അതുപോലെ തന്നെ 3 കമ്മീഷണറേറ്റ് പൂജപ്പുരയിലും കഴക്കൂട്ടത്തും ഫോർട്ടും രൂപീകരിച്ചിട്ട് അവിടെയും കൺട്രോൾ റൂം വരണം. കാരണം റോഡിൻ്റെ വികസനം ഇനി അധികം നടക്കില്ല സിറ്റിക്കകത്തൂടെ. അതൊക്കെ ചിലവേറിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ റൂറൽ സൈഡിലോട്ട് മാറി നിന്ന് നമുക്ക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം. അതുകൊണ്ട് ഈ കമ്മീഷണറേറ്റ് അങ്ങോട്ട് മാറണം. 3 കമ്മീഷണർമാർ IG റാങ്കിലുള്ളവർ ഈ 3 സെൻറ്ററിൽ വരണം. അതിന് മേലധികാരിയായി ഒരു ADGPയോ അല്ലെങ്കിൽ ഒരു DGPയുടെ റാങ്കിലുള്ള ഒരാൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇനി അമാന്തിക്കരുത്. കാരണം എത്രയും പെട്ടെന്ന് പോലീസിൻ്റെ ഈ ഒരു രീതിയിലുള്ള പുരോഗമനം അടിയന്തരമാണെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് വേണ്ടപ്പെട്ടവർ ആഭ്യന്തര വകുപ്പും അതുപോലെ ചീഫ് സെക്രട്ടറിയും DGP ഉൾപ്പെടെയുള്ളവരും ഇത് ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇങ്ങനെ ഒരു പ്രപ്പോസൽ സ്പർജൻ കുമാർ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുമ്പം ഇതേ രീതിയിലുള്ള ഏകദേശം ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതിനകത്ത് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം. ഞാൻ ചെന്നൈയിൽ, മദ്രാസിലൊക്കെ പല സന്ദർഭത്തിൽ പോകുമ്പം ഓരോ പോലീസ് സ്റ്റേഷൻ്റെ പോകുമ്പം ആ റീജിയണലായിട്ടുള്ള കമ്മീഷണർഷിൽ പോയി അന്വേഷിക്കാനാണ് അവർ പറയുന്നത്. കാരണം ആ കമ്മീഷണർ കീഴിലാണ് ആ ജൂറിസ്ഡിക്ഷൻ. അതുപോലെ ഇവിടെ റീജിയണലായിട്ട് 3 കമ്മീഷണറേറ്റ് വേണം. അത് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിൻ്റെ അധികാരമുള്ള ഒരു കമ്മീഷണർ ഇതിൻ്റെ മുകളിൽ മേലധികാരിയായിട്ടും വരണം. അതുകൊണ്ട് ഈ കാര്യം അടിയന്തരമായിട്ട് ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.